ഇപ്പോഴിതാ ഷഹനാസ് വീണ്ടും മാധ്യമങ്ങളെ കാണാൻ പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെല്ലാവരും തന്നെ എത്തിയെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് അധികമായി ഷഹനാസിന് പറയാനുള്ളത്? പ്രത്യേകിച്ച് അവരുടെ കൂട്ടായ്മയിൽ നിന്ന്, സാംസ്കാരിക സഹിതിയിൽ നിന്ന് അടക്കം പുറത്താക്കിയ പശ്ചാത്തലമുണ്ട്. ഇന്നലെ അവർ സൂചിപ്പിച്ചതേ ഉള്ളൂ, ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ വിമർശിക്കുകയോ എതിർക്കുകയോ അല്ലെങ്കിൽ ഇത്തരം തിക്താനുഭവങ്ങൾ തുറന്നു പറയുകയോ അവിടെ സംഘടനാപരമായൊരു പ്രശ്നമല്ല ഷഹനാസ് ചൂണ്ടിക്കാണിച്ചത് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. എന്തായിരുന്നു ഷഹനാസിന് പറയാനുണ്ടായിരുന്നത്? ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ശല്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്നോ ഉണ്ടാകേണ്ട തരത്തിലുള്ള സന്ദേശങ്ങളല്ല തനിക്ക് ലഭിച്ചത് എന്ന പരാതിയാണ് അവർ ഉന്നയിച്ചത്. അങ്ങനെ പരാതി പറയുന്ന ഒരു നേതാവിനെ പുറത്താക്കുന്നതാണോ കോൺഗ്രസിൻ്റെ സംസ്കാരം എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ KV ബൈജുവിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇത്തരത്തിലൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നവർ തെളിവുകളുണ്ടെങ്കിൽ അത് കൊണ്ടുവരട്ടെ എന്നുള്ളതാണ്. യെസ്, ഇതാ ഷഹനാസിൻ്റെ വാക്കുകളിലേക്ക്. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, അതിലൊരു മാറ്റവുമില്ല എന്ന് നിങ്ങളോട് വ്യക്തമാക്കാൻ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലടക്കം വളരെ ഓക്കെയാണോ? അപ്പോൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ എന്നെ കോഴിക്കോട് സംസ്കാര സാഹിതിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് അതിൻ്റെ ചെയർമാൻ കാവിൽ P മാധവൻ റിമൂവ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇന്ന് ഞാൻ ഇതുപോലെ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ഞാൻ സ്റ്റേറ്റ് ഭാരവാഹിയാണ്, എന്നെ റിമൂവ് ചെയ്യേണ്ട ഒരു അധികാരവും ശരിക്കും പറഞ്ഞാൽ ചെയർമാനില്ല. ഞങ്ങളുടെ ചെയർമാൻ എന്ന് പറയുന്നത് CR മഹേഷ് MLA ആണ്. അദ്ദേഹം സ്ത്രീകൾക്കൊപ്പം സഹജീവികൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. സ്റ്റേറ്റ് ഗ്രൂപ്പിൽ ഞാൻ നിലനിൽക്കെ തന്നെ കോഴിക്കോടിൻ്റെ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്തത് അതൊരു വ്യക്തിപരമായ വിദ്വേഷം തീർക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയുകയുണ്ടായത്. ഇതൊക്കെ നിങ്ങളോട് അത് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ റിമൂവ് ചെയ്ത കോഴിക്കോടിൻ്റെ സംസ്കാര സാഹിതിയുടെ ചെയർമാനായ കാവിൽ P മാധവൻ തന്നെ ആ ഗ്രൂപ്പിലേക്ക് എന്നെ തിരിച്ചെടുത്തിരിക്കുകയാണ്. അത് തിരിച്ചെടുത്തത് ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തിരുന്ന് അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സ്പേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് കാണുന്നത് തന്നെയാണ് എനിക്ക് വലിയ പ്രതീക്ഷ എൻ്റെ പ്രസ്ഥാനത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രതീക്ഷയോട് കൂടി കാണുകയാണ് അതിനെ. ഇത് ഇപ്പം നമുക്കൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പറയാൻ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ്സിന് പറയാനുള്ള ഒരുപാട് കാരണങ്ങൾ, ഒരു 10 വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾക്കുണ്ടായ കുറേ ബുദ്ധിമുട്ടുകൾ, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങളൊക്കെ പറയാനുള്ള ഒരു സമയം കൂടിയാണ്. എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഈ സമയത്ത് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിച്ചു എന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാവാം ഒരുപാട് ആളുകൾ എന്നെ വിമർശിച്ചുകൊണ്ടും എന്നെ ഇൻബോക്സുകളിൽ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞൊക്കെ എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം പരാതി വന്നത് ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയാണ്. ആ പരാതി എന്ന് പറയുന്നത് അതിന് പിന്നിൽ ഇനിയും ഒരുപാട് പെൺകുട്ടികൾ വരാനുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളുമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇരകളോട് മോശമായി പെരുമാറുന്നതുകൊണ്ട്, ഇരകളെ അവരുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന രീതിയിൽ മുന്നോട്ട് വരുന്ന സൈബർ മീഡിയയിലുള്ള ബുള്ളിയിങ് കൊണ്ടാണ് സ്ത്രീകൾ മുന്നോട്ട് വരാത്തത് എന്നുള്ളത് കൂടിക്കൊണ്ടും, 23 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പെൺകുട്ടികളാണ്. അത്തരത്തിലുള്ള പെൺകുട്ടികൾ പോലും ബലാത്സംഗത്തിനൊക്കെ ഇരയായി എന്ന് കേൾക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കേണ്ടത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാം എന്ന തോന്നലൊന്നും എനിക്കില്ല. എൻ്റെ ഉള്ളിലുള്ള സ്ത്രീ, എൻ്റെ ഉള്ളിലുള്ള അമ്മ ഉറപ്പായിട്ടും അത് പ്രതികരിക്കും. അത് അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഷാഫി പറമ്പിലിന് അറിയാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇനി നിങ്ങളോട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് ഷാഫി പറമ്പിൽ MP പറയണം, ഷഹനാസ് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല, പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടിയായിട്ട് മാത്രമായിരിക്കും ഞാൻ നിങ്ങളെ കാണുക ഈ വിഷയത്തിൽ. അല്ലാതെ സൈബർ ബുള്ളിങ്ങിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അല്ലാതെ ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അനിവാര്യമായ സമയങ്ങളിൽ ഒന്നുകിൽ ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ എല്ലാ കാലത്തും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാറുള്ളത്. ആ സമയത്തൊക്കെ മീഡിയാസ് എനിക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളോട് ഞാൻ അറിയിക്കുന്നതായിരിക്കും. അല്ലാതെ ഇതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാരവാഹി അല്ല ഞാനെന്ന് DCC പ്രസിഡന്റ് നേരത്തെ പറയുന്നത് കേട്ടു.
അത് പറയേണ്ടത് സംസ്കാര സാഹിതിയുടെ ചെയർമാനായിട്ടുള്ള CR മഹേഷ് MLA ആണ്. ഞാൻ അതിൻ്റെ ഭാരവാഹിയാണോ ഔദ്യോഗിക ഭാരവാഹിയാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. അതവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇന്നലെ രാത്രി റിമൂവ് ചെയ്തിട്ട് തിരിച്ചെടുക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. അപ്പോൾ ഒരു സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കോൺഗ്രസിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ കുറ്റപ്പെടുത്താനോ അപമാനിക്കാനോ ഒന്നുമല്ല. അതിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പലരും പറഞ്ഞ കാര്യം എനിക്ക് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലേക്ക് ചാടാനുള്ള ഒരു ശ്രമമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ ഒരു തെറ്റായ ധാരണയാണ്. ഞാൻ എവിടെയാണോ ഉള്ളത്, ഞാൻ ഏത് പാർട്ടിയിലാണോ ഇരിക്കുന്നത്, ഞാൻ ഏത് ഇടത്താണോ പ്രവർത്തിക്കുന്നത്, സാഹിത്യമാവട്ടെ രാഷ്ട്രീയമാവട്ടെ, അതിനകത്ത് നിന്ന് തന്നെ അതിനെ പ്രതിഷേധിക്കുക പ്രതികരിക്കുക എന്ന് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അത് ഇനിയും തുടരും. അങ്ങനെ ഞാൻ ഇനിയിപ്പം എന്നെ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയാലും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ഒരു പദവിയും വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളുമല്ല ഞാൻ. നിരന്തരം പരാതികൾ പറഞ്ഞ് അല്ലെങ്കിൽ പ്രതികരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് കാലാകാലങ്ങളിൽ എല്ലായിടങ്ങളിലും എഴുത്തിൻ്റെ മേഖലയിലും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയത്തിലും ഉണ്ടായിട്ടുണ്ട്, ഒതുക്കി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട് എന്നൊരു ആത്മസംതൃപ്തിയുണ്ട്. അപ്പോൾ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇവിടെയാണ് മേഡം ഇപ്പോൾ താനും തന്റെ സഹപ്രവർത്തകർ നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് പാർട്ടി നേതൃത്വത്തിന് പരാതി കൊടുക്കുന്നു. അതിനുശേഷം മറുപടി ലഭിക്കാതായതോടുകൂടി പുറത്ത് പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ മേഡം എത്തിപ്പെടുകയാണ് ചെയ്തത്. ആ പുറത്ത് പറയുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇത് പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നത്. അതായത് കോൺഗ്രസ് നേതാക്കളുടെ മനോഗതിയിൽ ഇപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ വിമർശനം ഉയർന്ന ഘട്ടത്തിൽ മാത്രമാണ് താങ്കളെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ വന്നിട്ട് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ ഒരു പരാതിയായിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാനൊരു പരാതിയായിട്ട് ഞാൻ ഷാഫി പറമ്പിൽ MLA ആയിരുന്നു അന്ന് കൊടുത്തിട്ടില്ല. പരാതിയായിട്ട് കൊടുത്തതിനൊന്നും നീതി ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പരാതിയായിട്ട് കൊടുക്കാത്തത്. അപ്പം അത് ഞാൻ മെസ്സേജ് അയച്ച് പറഞ്ഞ കാര്യങ്ങളാണത്. പിന്നെ കോൺഗ്രസിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവരുടെ അണികളായിട്ടുണ്ട്, നേതാക്കന്മാരിലുമുണ്ട്. പക്ഷെ ഒരിക്കലും സ്റ്റേറ്റ് നേതാക്കന്മാർ ആരെങ്കിലും അറിഞ്ഞിട്ടാണ് എന്നെ അവിടുന്ന് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കിയത് എന്ന ഒരു തോന്നലേ എനിക്കില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോഴിക്കോടിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ കാവിൽ പി മാധവനാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായ പല പ്രശ്നങ്ങളും എന്നോടുണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടുള്ള VR സുധീഷിന്റെ ഒറ്റ സുഹൃത്താണ് ശ്രീ കാവിൽ പി മാധവൻ. അപ്പം ഞാൻ അതിൽ നിലനിൽക്കുമ്പം തന്നെ പരസ്യമായിട്ട് തന്തയ്ക്ക് വിളിക്കുന്ന സാഹചര്യങ്ങൾ വരെ എനിക്ക് അതിനകത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളൊരു പാർട്ടിക്ക് അകത്ത് പ്രവർത്തിക്കുമ്പം നമുക്ക് എപ്പോഴും വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പരാതി പറയാനുള്ള ഒരു സംവിധാനം നമ്മൾ അത് ചെയ്യാറില്ല. പക്ഷെ ആ ഒരു വ്യക്തിവൈരാഗ്യം അദ്ദേഹം തീർത്തതാണ്. അത് ചില നേതാക്കന്മാരുണ്ട് എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മുതിർന്ന നേതാക്കന്മാരാരും അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. കാരണം ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തീരുമാനമെടുത്ത ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഇല്ല ഒരിക്കലും ഞാൻ ആ സ്റ്റേറ്റ് ഗ്രൂപ്പിലുണ്ട്. ഞാൻ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ CR മഹേഷ് MLA അടക്കമുള്ള ഞങ്ങളുടെ ചെയർമാൻ അടക്കമുള്ള ഗ്രൂപ്പിൽ ഞാനുണ്ട്. എന്നോട് എന്തിനു പറഞ്ഞു എന്ന് പോലും ആരും ഇതുവരെ എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. അണികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നവും കോഴിക്കോട് ജില്ലാ ഘടകത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുറേ കമന്റ്സും എഴുത്തുകളും ഒക്കെ ഉണ്ട്. അതുണ്ട്. നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണമോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല? ഇല്ല, എന്നോട് ചോദിച്ചിട്ടില്ല. എന്തിന് ഷഹനാസ് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്തിന് ഒരു ഭാരവാഹിയായിരിക്കും ഇങ്ങനെ എഴുതി, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ താങ്കൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ഒന്നും ഈ ഷാർജ ബുക്ക് ഫെസ്റ്റില് സരിൻ ഹണി ഇവരുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ചേർത്തിട്ട് ഇതിന്റെ പിന്നിലെ കാര്യം ഇപ്പോൾ മനസ്സിലായി എന്നാണ് പറയുന്നത്. ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നാണ് ഇത്തരം അലിഗേഷൻസ് താങ്കൾ ഉന്നയിക്കുന്നതെന്ന ഒരു അലിഗേഷൻസ് അല്ലല്ലോ, ഞാൻ കൃത്യമായ തെളിവോട് കൂടിയിട്ടല്ലേ സംസാരിക്കുന്നത്. പിന്നെ സരിൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് പരിചയമുള്ള മനുഷ്യനാണ്. എല്ലാ കാലത്തും എനിക്ക് ബഹുമാനം തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാനുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗത്തിൽ നിന്ന് മാറി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറി എന്നുള്ളത് കൊണ്ട് എനിക്ക് അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു വിദ്വേഷവുമില്ല. ഷാർജ പുസ്തകോത്സവത്തിൽ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മോശമായ എന്തെങ്കിലും
ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പിന്നെ ഹണി ഭാസ്കരൻ എൻ്റെ സുഹൃത്താണ്, എഴുത്തുകാരിയാണ്. അതിലുപരി ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാ കാലത്തും അവർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അവർ പറയുന്ന അവരുടെ രാഷ്ട്രീയം ഒഴികെ, അവരൊരു സഖാവാണ്, ശക്തമായ രാഷ്ട്രീയം പറയുന്ന ആളാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്, ഞാനും രാഷ്ട്രീയം പറയാറുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതെല്ലാ കാലത്തും സൂക്ഷിക്കാറുണ്ട്. വളരെ കൃത്യമായ സ്റ്റാൻഡ് തന്നെയാണ് ഷഹനാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അവർ ആവർത്തിച്ച് പറയുന്നു, എന്റേതൊരു അലിഗേഷൻ അല്ല, മറിച്ച് വസ്തുതാപരമായി തന്നെയാണ് താൻ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നാലും താൻ നൽകിയ പരാതി അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ അതിനി ഷാഫി പറമ്പിൽ നിഷേധിക്കട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ആത്മവിശ്വാസവും ആർജവവും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. കൃത്യമായും ഷഹനാസ് വസ്തുതാപരമായി തന്നെ പറയുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതല്ല എങ്കിൽ ഇനി ഷഹനാസിന് മറുപടി നൽകേണ്ടത് ഷാഫി പറമ്പിൽ തന്നെയാണ്. ഈ ആരോപണങ്ങൾ നിഷേധിക്കാൻ ഷാഫി പറമ്പിൽ ഒരുക്കമാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തനിക്ക് ഒരു പരാതിയും ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ല, ഒരു ഭാഗത്ത് നിന്നും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടില്ല എന്ന് പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വീണ്ടും പോകേണ്ട സാഹചര്യം ആണ് ഉള്ളത്. പ്രത്യേകിച്ച്